ഇത് മർഫി മിനി മാസ്റ്റർ റേഡിയോ ആണ്, റേഡിയോ ട്രാൻസിസ്റ്റർ റേഡിയോ. ഇത് ഒരാൾ കൊണ്ടുവന്ന ആൾ പറഞ്ഞത് എന്താ, അന്ന് തകരാറ് പറഞ്ഞത് ഈ ട്രാൻസിസ്റ്റർ തകരാറാണെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അത് ഒരാൾ മെക്കാനിക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഞാനത് അഴിച്ചു നോക്കുമ്പോൾ ട്രാൻസിസ്റ്റർ മാത്രമല്ല, ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് ഇൻപുട്ട് ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു, 2 ട്രാൻസ്ഫോമർ. ആ 2 ട്രാൻസ്ഫോമറിൽ ഇൻപുട്ട് ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇൻപുട്ട് ട്രാൻസ്ഫോമർ കംപ്ലൈൻറ്റ്, അതിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറാണിത്. ഇതിന് ഇൻപുട്ട് ട്രാൻസ്ഫോമർ വേറെ ഒന്നുമില്ല, അത് ഞാൻ തിരഞ്ഞിട്ട് കാണില്ല. ആ ട്രാൻസ്ഫോമറിൻ്റെ ഷോർട്ട് വന്ന കാരണത്താൽ ആണ് ഈ റേഡിയോ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ അടിയിലുള്ള IFT വീക്ക് ഉണ്ടായിരുന്നു, IFT വേറെ മാറ്റി, ഈ ഡയോഡൊക്കെ മാറ്റിയാണ്. ഈ ട്രാൻസിസ്റ്റർ ഞാൻ വേറെ ഇട്ട തന്നെയാണ്, പക്ഷേ അത് വേറെ ബോർഡിൽ നിന്ന് എടുത്തിട്ടാണ്. ഈ 2 IFT ആണ് ഇപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഉള്ളത്. ഇതും മർഫിൻ്റെ IFT തന്നെയാണ്, മർഫിൻ്റെ ചെറിയ IFT. പിന്നെ ഈ ട്രാൻസ്ഫോമർ ഞാൻ വേറെ ഒരു ബോർഡിൽ നിന്ന് എനിക്ക് 6 കണക്ഷനുള്ള ഒരു ട്രാൻസ്ഫോമർ, ഡ്രൈവർ ട്രാൻസ്ഫോമർ കിട്ടി. അതാണ് ഞാൻ ഈ ട്രാൻസ്ഫോമർ ഇതിന് ഈ 2 ഔട്ട്പുട്ട് ഇൻപുട്ടിന് പകരം ഞാൻ ഈ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഇതിലെ ഇൻപുട്ട് ട്രാൻസ്ഫോമർ നമ്മൾ യൂട്യൂബിലും അവിടെ ഇവിടെയും വല്ല തിരഞ്ഞാൽ ചിലപ്പോൾ ആണെങ്കിൽ കിട്ടിയെന്ന് വരും, പക്ഷെ കിട്ടിയാലും വർക്ക് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കൂടുതൽ ആ പ്രശ്നമാകണ്ടെന്ന് കരുതിയിട്ട് ഈ ട്രാൻസ്ഫോമർ കണക്ഷൻ കൊടുത്ത് ചെയ്തതാണ്. പിന്നെ മെക്കാനിക്കിനോടായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഒരു സാധനം ഒരാൾ റിപ്പയറിന് കൊണ്ടുവന്നാൽ അത് റിപ്പയർ ചെയ്യാൻ അത് അവിടെ ഒരു മൂലൊക്കെ വെച്ച് കഴിഞ്ഞാൽ, മറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്ന സമയത്ത്, പിന്നീട് ഇതിൻ്റെ ഉടമസ്ഥൻ വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിലൊരു എന്തെങ്കിലും കാണിച്ചു കൊടുക്കും, ഇത് ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ IFT കംപ്ലൈൻ്റ് ആണ്, ഇത് പോയിട്ട് കിട്ടിയിട്ടില്ല, പിന്നെയാണ് അങ്ങനെ. അതുകൊണ്ട് നിങ്ങൾ വേറെ മെക്കാനിക്കിനൊന്ന് അന്വേഷിച്ച് നോക്കി, ചിലപ്പോൾ ആണെങ്കിൽ അവരുടെ അടുത്തുണ്ടാവും, കുറഞ്ഞ പൈസ ഇതിന് വരുള്ളൂ എന്നൊക്കെയാണ് പറയാറ്. എന്തിനാണ് മറ്റു മെക്കാനിക്കുമാരെ റിപ്പയർ ചെയ്യുന്നവരെ പണി പഠിപ്പിക്കുന്നത്? ആ ആളെന്തായാലും ഒരു മെക്കാനിക് അടുത്ത് കൊണ്ടുവരുമ്പോൾ മൂപ്പരും ആ ആളും പറയും ഈ ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ആണ് മെക്കാനിക്ക് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമയത്ത് അത് നമ്മളെ പണി പഠിപ്പിക്കുകയല്ല ഇപ്പോൾ ശരിക്കും ആ ട്രാൻസിസ്റ്റർ കംപ്ലൈൻറ്റ് ആയിക്കോളണമെന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ മെക്കാനിക്കന്മാർ പലരും ചെയ്യുന്നുണ്ട്. പിന്നെ മെക്കാനിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇന്നിപ്പോൾ ഒരു സാധാരണ ലേബർ കൂലിപ്പണിക്കാരന് രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങി വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോഴത്തേന് 800-900-1000 രൂപ കയ്യിൽ വരും. ഒരു മെക്കാനിക്ക് ഇതേമാതിരി ഒരു റേഡിയോ കിട്ടിയിട്ട് നേരം വെളുത്ത് വൈകുന്നേരം ആവണം ഇപ്പം മെനക്കെട്ടാൽ ചിലപ്പോൾ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് മെനക്കെടുമ്പോൾ എന്ത് കിട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല മെക്കാനിക്കത്തെ കംപ്ലൈൻറ്റ് സാധനം കിട്ടിയില്ല നിങ്ങൾ കൊണ്ടുപോയിക്കോളെ അറിയാം. അപ്പോൾ ആണെങ്കിൽ ഉടമക്കാരൻ പറയും നിങ്ങൾ ഇത്രയും കാലം വെച്ചാൽ അത് നന്നാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വാങ്ങി വെക്കുന്നത്. നന്നാക്കാൻ വല്ല സ്പെയർ പാർട്സ് കിട്ടിയാൽ നന്നാക്കാൻ കഴിയില്ല എന്ന് വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ മറുപടി പറഞ്ഞാൽ മതി. പിന്നെ ഇതിൻ്റെ സർക്യൂട്ട്, ഇപ്പോൾ ഞാൻ ഈ സർക്യൂട്ട് ഈ ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ട് 2 ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട്, 2 ട്രാൻസ്ഫോമർ, ഈ റെസിസ്റ്റൻസ്, ഇത് സ്പീക്കർ കണക്ഷന്. ഇത് ഞാൻ ഈ വേറെ സെറ്റും വന്ന് ട്രാൻസ്ഫോമർ എടുത്ത് ചെയ്ത വർക്കാണിത്. ഈ കാണുന്ന ഈ റെസിസ്റ്റൻസൊക്കെ വെച്ചാൽ ആ സർക്യൂട്ട് ഞങ്ങൾ മാത്രം നിങ്ങൾക്ക് ഒന്ന് വരഞ്ഞ് കാണിച്ചു തരാം.
ഇതിപ്പോൾ ഇത്രയും സർക്യൂട്ട് 650 ഹോം, 56 ഹോം, 650 ഹോം, 56 ഹോം. 56 ഹോം എർത്ത് പറഞ്ഞാൽ ഇതിൽ പോസിറ്റീവാണ് എർത്ത്, നെഗറ്റീവ് ആണ് ഇത് നെഗറ്റീവ്. 650 നെഗറ്റീവേക്ക്. ഇതിൻ്റെ കലക്ടറും പോകുന്നത് നെഗറ്റീവേക്കാണ്. എമിറ്ററും കലക്ടറും കൂട്ടി യോജിപ്പിച്ചിട്ട് എമിറ്റർ 56 ഓം ആണ് കൊടുക്കുന്നത്, 56 ഓം. പിന്നെ ഇതിൻ്റെ കലക്ടർ ഭാഗം മാത്രം കൊടുത്തിട്ട് ഇതിലിപ്പോൾ ഞാൻ ഈ സർക്യൂട്ടിൽ ഈ കലക്ടർ ഭാഗം ഒഴിവാക്കിയിട്ട് ഈ ബോർഡുമേലെ ട്രാൻസിസ്റ്ററിൻ്റെ കലക്ടറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സർക്യൂട്ടുകളാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളത്. ഇത്രയും സർക്യൂട്ട്. ഈ കാര്യമാണ് എനിക്കിതിൽ പറയാനുള്ളത്. 持续上涨，政府暂停对相关产品关税。ഇത്